എല്ലാ കൂട്ടുകാർക്കും ദസ്തകിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന 2ാമത്തെ പാഠമായ ഇസ് ബാരിഷ് മേ എന്ന കവിതയാണ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായി കവിത എഴുതിയ കവിയായ നരേഷ് സക്സേനാജിയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നരേഷ് സക്സേനാജിയെക്കുറിച്ച് ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. नरेश सक्सेना मध्य प्रदेश के ग्वालियर में जन्म नरेश सक्सेना हिंदी कविता के उन चुनिंदे खामोश लेकिन समर्पित कार्यकर्ताओं की अग्रिम पंक्ति में है. चुनिंदे തിരഞ്ഞെടുത്ത, ഖാമോഷ് നിശബ്ദം, സമർപ്പിത കാര്യകർത്താവും സമർപ്പിതമായ പ്രവർത്തകർ, അഗ്രിം പങ്ക്തിമേ മുൻനിരയിൽ. അതായത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ജനിച്ച നരേഷ് സക്സേന ഹിന്ദി കവിതയിലെ തിരഞ്ഞെടുത്ത, നിശബ്ദവും എന്നാൽ സമർപ്പിതവുമായ പ്രവർത്തകരുടെ മുൻനിരയിലാണ്. ജിൻകെ ബിന സമകാലീൻ ഹിന്ദി കവിത കാ വൃത്ത് പൂരാ നഹി ഹോത്ത. അദ്ദേഹമില്ലാതെ സമകാലീൻ ഹിന്ദി കവിത, അതായത് ആധുനിക ഹിന്ദി കവിതാ മേഖല പൂർണ്ണമാവുകയില്ല. ഉൻകാ ജന്മം 16 जनवरी 1939 को മധ്യപ്രദേശ് കെ ഗ്വാളിയർ മേ ഹുവ. അദ്ദേഹം ജനിച്ചത് 1939 ജനുവരി 16 മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ്. वे पेशे से इंजीनियर रहे और विज्ञान तथा तकनीक की ये पढ़ाई उनकी कविता में समाई दिखती है. पेशे പ്രൊഫഷൻ, അതായത് ജോലി, വിജ്ഞാൻ സയൻസ്, തക്നീക് ടെക്നിക്കൽ, സമാന ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ അവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. आपने कविताओं के अतिरिक्त नाटक, फिल्में और संपादन के क्षेत्र में महत्वपूर्ण कार्य किया है. അദ്ദേഹം കവിതകളെ കൂടാതെ നാടകം, ഫിലിംസ്, എഡിറ്റിംഗ് എന്നീ ഫീൽഡുകളിലെല്ലാം തന്റെ മഹനീയ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. സമുദ്ര पर हो रही बारिश കവിതാ സംഗ്രഹ്, ആത്മി കാ ആദേശ് നാടക് ആദി ഉൻകെ പ്രമുഖ് രചനായേം ഹെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് സമുദ്ര पर हो रही बारिश, അതുപോലെ തന്നെ ആത്മി കാ ആദേശ്. സാഹിത്യ के लिए उन्हें 2000 का पहल सम्मान मिला तथा निर्देशन के लिए 1992 में രാഷ്ട്രീയ ഫിലിം പുരസ്കാർ. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാഹിത്യത്തിനു വേണ്ടി 2000 പഹൽ സമ്മാൻ, അതുപോലെ ഡയറക്ഷന് വേണ്ടി 1992 രാഷ്ട്രീയ ഫിലിം പുരസ്കാർ. എല്ലാ കൂട്ടുകാർക്കും നരേഷ് സക്സേനാജിയെ കുറിച്ച് പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ആദ്യമായി കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. जिसके पास चली गई मेरी जमीन उसी के पास अब मेरी बारिश भी चली गई. अब जो घिरती है काली घटाएं उसी के लिए घिरती हैं. कूकती है कोयलें उसी के लिए उठती है धरती के सीने से सौंधी सुगंध. अब नहीं मेरे लिए हल नहीं बैल नहीं, खेतों की गायल नहीं, एक हरी बूंद नहीं, तोते नहीं, ताल नहीं, नदी नहीं, आर्द्र नक्षत्र नहीं, कजरी मल्लार नहीं मेरे लिए. जिसकी नहीं कोई जमीन उसका नहीं कोई आसमान. अगली फसल होते ही सब चुकता कर दूंगा. अब तो मेरी छूटी ये गुजारिश भी चली गई. उसी के पास अब मेरी बारिश भी चली गई. കൂട്ടുകാരെല്ലാവരും വായിച്ചല്ലോ. ഇനി നമുക്ക് കവിതയുടെ അർത്ഥതലങ്ങളിലേക്ക് പോകാം. ഇസ് ബാരിഷ് മേ, ബാരിഷ് മഴ, ഇസ് ബാരിഷ് മേ ഈ മഴയിൽ. കൂട്ടുകാരെ, മഴയുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്നത് ആരാണ്? അതറിയാൻ വേണ്ടി കവിതയ്ക്ക് തൊട്ടു താഴെയായി തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കൂ. ഒരാൾ നിരാശനായി ഇരിക്കുന്നത് കണ്ടില്ലേ? തൊട്ടടുത്തായി കലപ്പയും
തൂമ്പയും മഴത്തുള്ളിയും നെൽമണികളും എല്ലാം കരയുന്നതായും നിങ്ങൾക്കു കാണാം. ഇവയെല്ലാം ആരുമായി ബന്ധപ്പെട്ടവയാണ്? അതെ, കർഷകൻ. കർഷകനെ ഹിന്ദിയിൽ എന്താണ് പറയുക? അതെ, കിസാൻ. കർഷകൻ നിരാശപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതുപോലെ തന്നെ കർഷകൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വിളവുകളും ദുഃഖിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ സ്റ്റാൻസ നോക്കൂ. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി. ജമീൻ, നിലം. കർഷകൻ വളരെ നിരാശയോടുകൂടിയും വേദനയോടുകൂടിയും പാടുകയാണ്. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ, ആരുടെ അടുത്താണോ എന്റെ നിലം പോയത്, ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി, അവരുടെ അടുത്തേക്ക് ഇപ്പോൾ എന്റെ മഴയും കടന്നു പോയിരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും കേട്ടിരിക്കും, പണ്ടുകാലങ്ങളിൽ സമ്പന്നരായ മനുഷ്യരിൽ നിന്നും കൃഷിഭൂമി പണയത്തിനു വാങ്ങി കർഷകർ കൃഷിപ്പണി ചെയ്ത് ജീവിതം പുലർത്തുകയായിരുന്നു. കർഷകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൃഷിഭൂമിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഏക ആശ്രയം. ഇവിടെ കവിതയിൽ വേണ്ടത്ര വിളവ് ലഭിക്കാത്തത് മൂലം കർഷകന്റെ നിലം, അതായത് കൃഷിഭൂമി, മനുഷ്യർ അപഹരിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. കർഷകന് കൃഷി ചെയ്യാൻ നിലമില്ലാത്ത, അതായത് കൃഷിഭൂമിയില്ലാത്ത ഈ ദുഃഖമാർന്ന അവസ്ഥയിൽ കർഷകൻ കരഞ്ഞുകൊണ്ട് പാടുകയാണ്, ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി, അപഹരിച്ചു പോയവരുടെ കൂടെ മഴയും കടന്നു പോയിരിക്കുന്നു. ഇവിടെ കർഷകനും മഴയും തമ്മിലുള്ള അനശ്വര ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മഴയുണ്ടെങ്കിൽ മാത്രമേ കർഷകന് കൃഷി ചെയ്ത് വിളവിറക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ കർഷകന്റെ അടുത്ത് നിലമില്ല. അതിനാൽ കർഷകൻ വേദനയോടുകൂടെ പാടുകയാണ്, അവരുടെ കൂടെ പ്രിയപ്പെട്ട മഴയും പോയിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഒന്നാമത്തെ സ്റ്റാൻസ മനസ്സിലായല്ലോ? ഈ സ്റ്റാൻസയുമായി ബന്ധപ്പെട്ട സൈഡ് ബോക്സിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി സേ ആപ്നെ ക്യാ സംച? അതായത് കർഷകന്റെ നിലം അപഹരിച്ചവരുടെ കൂടെ കർഷകന് സ്വന്തമായ, കർഷകന് പ്രിയപ്പെട്ട മഴയും കടന്നുപോയിരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പഠിച്ചു, കർഷകനും വയലിനും മഴ ഏറെ പ്രിയപ്പെട്ടതാണ്. വയലിലെ വിളവിനു കാരണം മഴയാണ്. എന്നാൽ ഇപ്പോൾ കർഷകരുടെ അടുത്ത് നിലമില്ല, മനുഷ്യർ തട്ടിയെടുത്തിരിക്കുന്നു. ഈ ഒരു വേദനയിൽ കർഷകൻ പാടുകയാണ്, അവരുടെ കൂടെ എന്റെ പ്രിയപ്പെട്ട മഴയും കടന്നുപോയിരിക്കുന്നു. ഇതൊന്ന് നമുക്ക് ഹിന്ദിയിൽ എഴുതി നോക്കിയാലോ. ഖേത്തി ഓർ ബാരിഷ് സെ അട്ടൂട്ട് സംബന്ധ് ഹെ. बारिश के कारण खेत में फसल आते हैं. अब किसान के पास जमीन नहीं है. जमीन को उन मनुष्य ने छीन लिया है. इसकी दर्द में किसान गाता है कि बारिश भी उनके साथ चली गई. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖേത്തി ഓർ ബാരിഷ് സെ അട്ടൂട്ട് സംബന്ധ് ഹെ. അതായത് കൃഷിയും മഴയും തമ്മിൽ മുറിക്കുവാനാകാത്ത ബന്ധമാണുള്ളത്. ബാരിഷ് കെ കാരൻ ഖേത്ത് മേം ഫസൽ ആത്തേ ഹെ. ഫസൽ, വിളവ്. മഴ ഉള്ളതുകൊണ്ടാണ് വയലിൽ വിളവ് ഉണ്ടാകുന്നത്. അബ് കിസാൻ കെ പാസ് ജമീൻ നഹീ ഹെ. ഇപ്പോൾ കർഷകന്റെ അടുത്ത് നിലം ഇല്ല. ജമീൻ കോ ഉൻ മനുഷ്യനെ ചീൻ ലിയാ ഹെ. ചീൻ, അപഹരിക്കുക അല്ലെങ്കിൽ തട്ടിയെടുക്കുക. നിലം അല്ലെങ്കിൽ കൃഷിഭൂമി മനുഷ്യർ തട്ടിയെടുത്തിരിക്കുകയാണ്. ഇസ്കി ദർദ് മേം കിസാൻ ഗാതാ ഹെ കി ബാരിഷ് ബി ഉൻകെ സാത്ത് ചലി ഗയി. ഈ ഒരു വേദനയിൽ കർഷകൻ പാടുകയാണ്, നിലം തട്ടിയെടുത്തവരുടെ കൂടെ മഴയും കടന്നുപോയിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ? കൂട്ടുകാരെ, ഇനി രണ്ടാമത്തെ സ്റ്റാൻസ നോക്കൂ. अब जो घिरती है काली घटाएं उसी के लिए घिरती है. ഘിർന, ഉരുണ്ടുകൂടുക അല്ലെങ്കിൽ വലയം ചെയ്യുക. കാലി ഘട്ടായും, കാർമേഘങ്ങൾ. അതായത് ഇപ്പോൾ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങളെല്ലാം
ആർക്കു വേണ്ടിയാണ് ഉരുണ്ടുകൂടുന്നത്? അതെ, ഉസി കേലിയെ. ഉസി കേലിയെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് കിസാനോ കാ ശോഷൺ കർണേ വാലെ, അതായത് കർഷകരെ ചൂഷണം ചെയ്യുന്നവർ. അതായത് കർഷകൻ വേദനയോടെ പാടുകയാണ്, എന്റെ ഭൂമി തട്ടിയെടുത്തവർക്കു വേണ്ടിയാണ് ഇപ്പോൾ ആകാശത്ത് കാർമേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടുന്നത്. കൂക്തി ഹേ കോയലേം ഉസി കേലിയെ. കൂക്ന പക്ഷികൾ പാടുന്നതിനെയാണ് കൂക്ന എന്ന് പറയുക. കോയൽ കുയിൽ. അതായത് കർഷകൻ പാടുകയാണ്, എന്റെ ഭൂമി തട്ടിയെടുത്തവർക്കു വേണ്ടിയാണ് ഇപ്പോൾ കുയിലുകൾ മധുരാലാപനം നടത്തുന്നത്. ഉസി കേലിയെ ഉഡ്തി ഹേ ധർത്തി കെ സീനെ സേ സൗന്ധി സുഗന്ധ്. ഉഠ്ന ഉയരുക, ധർത്തി ഭൂമി, സീനെ നെഞ്ച്, സൗന്ധി സുഗന്ധ് മണ്ണിന്റെ പുതുമണം. അതായത് ഭൂമിയുടെ നെഞ്ചിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയുടെ മാറിൽ നിന്നും മണ്ണിന്റെ പുതുമണങ്ങളെല്ലാം ഉയരുന്നത് ഇപ്പോൾ ആർക്കു വേണ്ടിയാണ്? അതെ, കർഷകന്റെ ഭൂമി തട്ടിയെടുത്തവർക്കു വേണ്ടിയാണ്. അതായത് കർഷകന് സ്വന്തമായി ഇപ്പോൾ ഒന്നും തന്നെയില്ല. കർഷകന്റെ ഏക ആശ്രയമായ കൃഷിഭൂമി മനുഷ്യർ തട്ടിയെടുത്തത് മൂലം പ്രകൃതിയിൽ കർഷകനുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കർഷകന്റെ ആഴത്തിലുള്ള വേദനയാണ് നമുക്ക് ഈ വരികളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഈ കവിതയെ കിസാനോ കാ ത്രാസദി എന്ന് പറയാം. അതായത് കർഷകന്റെ ട്രാജഡി, കർഷകന് നേരിടേണ്ടി വന്ന ദുരന്തം എന്ന് നമുക്ക് ഈ കവിതയെ പറയാം. എല്ലാ കൂട്ടുകാർക്കും രണ്ടാമത്തെ സ്റ്റാൻസ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. അബ് നഹി മേരേ ലിയേ ഹൽ നഹി ബൈൽ നഹി. ഹൽ കലപ്പ, ബൈൽ കാള. അതായത് കർഷകൻ പാടുകയാണ്, ഇപ്പോൾ എനിക്ക് നിലമുഴുതുമറിക്കാൻ കലപ്പയും കാളയും ഒന്നും ഇല്ല. ഖേത്തോ കി ഗൈൽ നഹി. ഗൈൽ വരമ്പ് അല്ലെങ്കിൽ വയൽ വഴികൾ. അതായത് വയലുകളിലൂടെ നടക്കുവാനുള്ള വരമ്പുകളും അല്ലെങ്കിൽ വയൽ വഴികളുമൊന്നും ഇപ്പോൾ എനിക്കു വേണ്ടിയില്ല. ഏക് ഹരി ബൂന്ത് നഹി. ഹരി ബൂന്ത് ഹരിതഗണം. ആ ഒരു ഹരിതഗണം അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പ് ഇപ്പോൾ എനിക്ക് സ്വന്തമായി ഇല്ല. തോത്തേ നഹി, തത്തകളില്ല. താൽ നഹി, താളങ്ങളില്ല. നദി നഹി, നദികളില്ല. ആർദ്ര നക്ഷത്ര നഹി. ആർദ്ര നക്ഷത്ര എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രങ്ങളിലെ 6ാമത്തെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നാളിൽ നല്ല മഴ ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ കൃഷിക്ക് ഉത്തമമായ നാളും തിരുവാതിരയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെ നക്ഷത്രമായ തിരുവാതിര പോലും കർഷകൻ ഇപ്പോൾ ഇല്ല. കജരി മല്ലാർ നഹി മേരേ ലിയേ. കജരി മല്ലാർ എന്ന് പറഞ്ഞാൽ വർഷകാല രാഗങ്ങൾ എന്നാണ് അർത്ഥം. അതായത് കജരി എന്ന് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ പരമ്പരാഗതമായി പാടപ്പെടുന്ന നാടോടി ഗീതമാണ്. മൽഹാർ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി രാഗമാണ്. അപ്പോൾ കജരി മല്ലാർ എന്ന് പറഞ്ഞാൽ മൽഹാർ രാഗത്തിൽ പാടപ്പെടുന്ന ഒരു ലോകഗീത് അല്ലെങ്കിൽ നാടോടി ഗീതം ആണ്. അപ്പോൾ കർഷകൻ പാടുകയാണ്, ആ വർഷകാല രാഗങ്ങൾ പോലും ഇപ്പോൾ എനിക്ക് ഇല്ല. ഈ ഒരു സ്റ്റാൻസയിൽ കർഷകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണവ? ഹൽ, ബൈൽ, ഖേത്തോ കി ഗൈൽ, ഹരി ബൂന്ത്, തോത്തെ, താൽ, നദി, ആർദ്ര നക്ഷത്ര, കജരി മല്ലാർ എന്നിവയാണ് അവ. ഇവയെല്ലാം കർഷകന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള പ്രതീക്ഷയുടെ പ്രതീകങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, മൂന്നാമത്തെ സ്റ്റാൻസ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ സ്റ്റാൻസ നോക്കൂ. ജിസ്കി നഹി കോയി ജമീൻ ഉസ്കാ നഹി കോയി ആസ്മാൻ. ആസ്മാൻ ആകാശം. അതായത് കർഷകൻ പാടുകയാണ്, ആർക്കാണോ നിലമില്ലാത്തത് അവർക്ക് സ്വന്തമായി ആകാശം പോലും ഉണ്ടാകില്ല. അതായത് കർഷകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കർഷകന്റെ നിലം, കൃഷിഭൂമി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുമൂലം കർഷകന്റെ നിലനിൽപ്പും കൂടെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കർഷകന്റെ ജീവിത സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കർഷകന്റെ ജീവിതം കൈവിട്ടുപോയതിന്റെ ഏങ്ങലടി ഈ ഒരു വരികളിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റാൻസയുമായി ബന്ധപ്പെട്ട സൈഡ് ബോക്സിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ.
जिसकी नहीं कोई जमीन उसका नहीं कोई आसमान. इन पंक्तियों का क्या तात्पर्य है? നമ്മളിപ്പോൾ പഠിച്ചു, ആർക്കാണോ നിലമില്ലാത്തത് അവർക്ക് സ്വന്തമായി ആകാശം പോലും ഉണ്ടാകില്ല. ഈ വരികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നമുക്ക് ഇങ്ങനെയൊന്ന് എഴുതി നോക്കാം. किसान और जमीन से घने संबंध है. अब उसके पास जमीन नहीं है, इसलिए उसके साथ आसमान भी नहीं है. मतलब किसान का अस्तित्व, जीने का सपना और प्रतीक्षा सब कुछ नष्ट हुई है. അതായത് കിസാൻ ഓർ ജമീൻ സെ ഘനെ സംബന്ധ് ഹെ, കർഷകനും നിലവും തമ്മിൽ വളരെ കഠിനമായ ബന്ധമാണുള്ളത്. അബ് ഉസ്കെ പാസ് ജമീൻ നഹി ഹെ, ഇപ്പോൾ കർഷകന്റെ അടുത്ത് നിലം ഇല്ല. ഇസ്ലിയെ ഉസ്കെ സാത്ത് ആസ്മാൻ ഭി നഹി ഹെ, അതുകൊണ്ട് കർഷകന്റെ കൂടെ ആകാശവും ഇല്ല. മത്ലബ് അതായത് കിസാൻ കാ അസ്തിത്വം, കർഷകന്റെ നിലനിൽപ്പും, ജീനെ കാ സപ്ന ജീവിക്കാനുള്ള സ്വപ്നവും, ഓർ പ്രതീക്ഷ പ്രതീക്ഷയും, സബ് കുച്ച് നഷ്ട ഹുയി ഹെ എല്ലാം തന്നെ നഷ്ടമായിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ? കൂട്ടുകാരെ, അടുത്ത സ്റ്റാൻസ് നോക്കൂ. അഗലി ഫസൽ ഹോത്തെ ഹി സബ് ചുക്താ കർ ദൂംഗാ, अब तो मेरी छूटी ये गुजारिश भी चली गई. ഫസൽ വിളവ്, ചുക്ത വീട്ടുക, ചൂട്ടി പൊള്ളയായ, ഗുസാരിഷ് യാചന അല്ലെങ്കിൽ അപേക്ഷ. അതായത് അഗലി ഫസൽ ഹോത്തേ ഹി അടുത്ത വിളവ് വരുമ്പോഴേക്കും, സബ് ചുക്താ കർ ദൂംഗാ എല്ലാം തന്നെ വീട്ടിത്തരാം. അതായത് കർഷകൻ പറയുകയാണ്, സമ്പന്നരായ മനുഷ്യരിൽ നിന്നും വാങ്ങിയ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അടുത്ത വിളവ് വരുമ്പോഴേക്കും തിരിച്ചു തന്നോളാം. അബ് തോ മേരി ഛൂട്ടി യേ ഗുസാരിഷ് ബി ചലി ഗയി, എന്നാൽ അത്തരത്തിലുള്ള എന്റെ പൊള്ളയായ യാചനകളും അപേക്ഷകളും എല്ലാം ഇപ്പോൾ പോയിരിക്കുന്നു. കർഷകന്റെ ജീവിതമാർഗമായ കൃഷിഭൂമി നഷ്ടപ്പെട്ടത് കാരണം തന്റെ ജീവിതം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള മേലാളരോട് പറയുന്ന അല്ലെങ്കിൽ സമ്പന്നരായ മനുഷ്യരോട് പറയുന്ന പൊള്ളയായ യാചനകളും അപേക്ഷകളും എല്ലാം തന്നെ ഇപ്പോൾ പോയിരിക്കുന്നു. കർഷകന്റെ നിലനിൽപ്പിന്റെ വളരെ ദയനീയമായ വശമാണ് ഈ വരികളിലൂടെ വ്യക്തമാകുന്നത്. ഉസീ കെ പാസ് അബ് മേരി ബാരിഷ് ഭി ചലി ഗയി, അതായത് കർഷകന്റെ നിലം തട്ടിയെടുത്തവരുടെ കൂടെ കർഷകന്റെ പ്രിയപ്പെട്ട മഴയും കടന്നു പോയിരിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങിയ, നമുക്കെല്ലാവർക്കും അന്നം നൽകുന്ന കർഷകരുടെ ജീവിതത്തിൽ വന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് നരേഷ് സക്സേനാജി ഇസ് ബാരിഷ് മേം എന്ന കവിതയിൽ പ്രതിപാദിക്കുന്നത്. കൂട്ടുകാരെ, ഇസ് ബാരിഷ് മേം എന്ന കവിതയുടെ തലക്കെട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ മഴയിലും കർഷകർക്ക് കൃഷി ചെയ്യാൻ ഭൂമി ഇല്ല എന്നുള്ളത്. ഇന്നത്തെ സന്ദർഭവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കർഷകർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് അവർക്ക് കൃഷി ചെയ്യാൻ ഭൂമിയില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ മനുഷ്യർ പലതരത്തിൽ കൃഷിഭൂമികളെ വിനിയോഗിക്കുകയാണ്. നമ്മുടെ അന്നദാതാക്കളായ കർഷകരുടെ ഇത്തരത്തിലുള്ള ദുരവസ്ഥകളെ തേച്ചുമാച്ചു കളയേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇസ് ബാരിഷ് മേം എന്ന കവിത എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് മൊബൈൽ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.